ഗൈസ് ഇപ്പോൾ കറിയൊക്കെ വെച്ചിട്ട് ബാക്കി വന്ന സോയാബീൻ വെച്ചിട്ട് നമുക്കൊരു സോയാബീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല കൊണ്ട് ഞാൻ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗൈസ് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഇപ്പോൾ ഫെയിലായി പോയാലും എപ്പോഴും നമ്മൾ ജയിച്ച വീഡിയോ മാത്രമല്ല നമ്മൾ തോൽവിയും കൂടെ നിങ്ങൾ അറിയണ്ടേ. അപ്പം അതുകൊണ്ട് തോറ്റു പോയാലും ഞാനിപ്പോൾ ഇതിൻ്റെ പാചകത്തിൽ ഞാൻ തോറ്റു പോയാലും നമ്മൾ ഇനിയും വീണ്ടെടുക്കുന്നതാണ്. ഗൈസ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പ്ലേറ്റ് എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സോയാബീൻ ഇടാം. അപ്പം ചെറുതായിട്ടൊരു കുമ്പളൊക്കെ വന്നു. അപ്പം ഞാൻ ഇത്തിരി സോയാബീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര സോയാബീനെ നമ്മളിന്ന് ഇടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ചെയ്യണമെന്ന് വെച്ചത്, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെയാണെങ്കിൽ സോയാബീൻ പണ്ടലാക്കണമല്ലോ എന്ന് വിചാരിച്ച് പല്ലായി പോയാലോ എങ്കിലും ഞാൻ വിചാരിച്ച് നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാൻ ചേച്ചിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആൻഡ് നമുക്കൊന്ന് തിളച്ചിട്ട് കാണാം. തിള വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ നിന്നുകൊണ്ട് അമ്മയാണ് ഓഫാക്കുന്നത്. അമ്മ ഓഫാക്കിക്കും. അപ്പോൾ ഗൈസ് നമ്മളിത് ഓഫാക്കിയിട്ടുണ്ട്. നല്ലപോലെ ഇത് വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെ വിസ്തീർണമുള്ള മീൻസ് ഒരു നല്ല സ്പേസ് ഉള്ളൊരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വേഗം ആറും. അപ്പോൾ നമുക്കിനി ആറി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള കലാപരിപാടികൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ആറിയിട്ട് കാണാം. ആറ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളത്തിൽ കുളിച്ചല്ല കിടക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. മീൻസ് ഇതിനുള്ള വെള്ളമല്ല നമ്മളങ്ങ് കളയണം. ഇപ്പോൾ സോയാബീൻ എന്നാണ്ട് ഏകദേശം ഇത്രയൊക്കെ കിട്ടിയപ്പോൾ ഈ വെള്ളം നമുക്ക് കളയാം. നമ്മളാണ്ട് വേറെ ഇത് കളഞ്ഞിട്ട് നമ്മളാണ്ട് ബാക്കി വന്നിട്ടുള്ള സോയാബീൻ ആണ്ടിങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള സോയാബീൻ ഇങ്ങനെ മാറ്റി വെക്കുക. നമ്മൾ കുറച്ച് സോയാബീൻ ഒരു ബൗളിലേക്ക് തട്ടുന്നുണ്ട്. നമ്മുടെ ഈ സോയാബീൻ്റെ അകത്തോട്ട് തന്നെ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള പൊടികളൊക്കെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ ചാറ്റ് മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിലുള്ള പൊടികളല്ലേ എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു, ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം വന്നിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഒരിക്കലും ആഡ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ. രണ്ടായിട്ട് മുറിക്കുന്ന ആൾക്കാർക്ക് രണ്ടായിട്ട് മുറിച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. നമ്മുടെ ഇരുമ്പ് ചട്ടി അഥവാ ഇരുമ്പേട്ടി എടുത്ത് വെച്ചു. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് പതിയെ ഈ സോയാബീൻ ഇട്ട് കൊടുക്കും. ഇപ്പം എണ്ണയിൽ തിളപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ സോയാബീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണക്കിടന്ന് മുരിയുന്നുണ്ട്. ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. സാധനം വറുത്ത് കോരിയപ്പോൾ എന്തായാലും വറുത്ത് കോരിയ സ്ഥിതി നമുക്ക് കഴിച്ചു നോക്കാം.